ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ്മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ വട്ട ഇലയപ്പമായിട്ട്. നമ്മുടെ ഇലയപ്പം ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ ഇലയപ്പത്തിന് കോമ്പിനേഷനായിട്ട് സാധാരണ നമ്മൾ കട്ടൻ ചായയാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. നല്ല ചൂട് കട്ടനും ഇലയപ്പമാണ്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഫസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, ഞാനാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വട്ടയിലപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് മാവ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരി സാധാരണ പച്ചരി പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം, അതാണ് നമ്മൾ തിളച്ച വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. കുറച്ച് ഉപ്പും കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിക്കാം. നല്ലപോലെ വെട്ടി തിളച്ച വെള്ളമാണ്. ഇതൊഴിച്ച് നമുക്കിതിനെ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചരുവം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവ് പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴയ്ക്കാം. ഇപ്പോൾ 1.5 കപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് കൈ കൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ പറ്റത്തില്ല. അതൊരു സ്റ്റീലിൻ്റെ ഒരു സ്പൂണോ ഒരു തടിത്തവിയോ കൊണ്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. തണുക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. മാവ് അതായത് തണുത്ത് വരണമല്ലോ. ആ ടൈമിൽ നമുക്ക് ഈ ശർക്കരയും തേങ്ങയും ചേർത്ത് അതിനകത്ത് വെക്കാനുള്ളൊരു കൂട്ട് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 150 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തർക്കുള്ള മധുരത്തിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അധികം തീ കൂട്ടിയിടണ്ട, ഒന്ന് മെൽറ്റായി ഇത് വരണം. ഇവിടെ ശർക്കര ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല പോലെ അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിലേക്ക് ആ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടെ നല്ല പോലെ ഒന്ന് നമുക്ക് നല്ല മിക്സാക്കി എടുക്കണം. ഒന്ന് ഡ്രൈ ആയി വരണം. തേങ്ങയിൽ ഈ ശർക്കര എല്ലാം ഒന്ന് പിടിച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് ശകലം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കുള്ള ടേസ്റ്റ് അനുസരിച്ചാണ് ശകലം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർക്കുള്ള ഫ്ലേവർ വേണമെങ്കിൽ ചിലർ ചുക്ക് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ചിലർ ഏലക്കാപ്പൊടി ഇടും. അങ്ങനെ ഓരോരുത്തർക്കുള്ള ഇഷ്ടമാണ്. ഈ ശകലം നെയ്യ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇതും ഞാനിവിടെ ഇവർക്ക് നെയ്യ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇടുന്നത്. സാധാരണ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നെയ്യൊന്നും ചേർക്കത്തില്ല. നമുക്ക് ശകലം നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടി. ഇതിനി ഒന്ന് ഡ്രൈ ആയി വരണം. ഡ്രൈ ആയി വരുന്നവരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ തേങ്ങയും ശർക്കരയെല്ലാം ഡ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുമെന്ന് തോന്നുമെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് തീ ഓഫാക്കി നമ്മുടെ മാവ് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് ഇളക്കി ഒരുവിധം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടിലായിട്ടുണ്ട്. ഇനി നമുക്കിതിന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂടോടെ തന്നെ കൈ കൊണ്ട് കുഴയ്ക്കണം. കുഴയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കുഴപ്പമില്ല, ഒരു അത്യാവശ്യ ചൂടേ ഉള്ളൂ. ഈ ടൈമിൽ നല്ല പോലെ കൈ കൊണ്ട് നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കണം. ഞാൻ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര കൂട്ടൊക്കെ ഇതാണ്ട് അത് ഇവിടെ ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ഇത് വെക്കാവുള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ച് ഓപ്ഷണലാണ്, നട്ട്സാണ്. അത് ഞാൻ കാരമലൈസ് ചെയ്തതിന് മുകളിൽ ഇടാനായിട്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ
ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു വട്ടയില എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വട്ടയില പച്ച കളറൊന്നുമല്ല, ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് ശകലം കളറൊക്കെ മാറിയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് കുറച്ച് മാവ് എടുക്കാം. കുറച്ച് മാവ് എടുത്താൽ മതി, ഒരുപാട് വേണ്ട. നമുക്ക് ഇങ്ങനെ നോക്കാം. ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലിങ്ങനെ പരത്തുക. കൈ ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ കൈയുടെ ആ ഒരു വിരലിൻ്റെ ഷേപ്പായിരിക്കും അത് വരുന്നത്. നമുക്ക് ശകലം വെള്ളം അടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ നമ്മൾ നല്ല പോലെ ഇത് സോഫ്റ്റായിട്ട് എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല തിക്നെസ് ഏറ്റവും കുറച്ച രീതിയിൽ മാത്രമേ നമ്മൾ പരത്തിയെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് അത്രയ്ക്ക് രുചി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നല്ല തിക്നെസ് ഇല്ലാത്ത രീതിയിൽ ഞാൻ നല്ല പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂട്ട് വെച്ച് കൊടുക്കാം. അത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെച്ചാൽ മതി. നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെച്ചാൽ മതി. ഇത് മെൽറ്റായി ഫുള്ള് ഇറങ്ങി വരും. സ്ലൈസ് ചെയ്തത് പഞ്ചസാര ഇത് അതിൻ്റെ മുകളിലേക്ക് ഒരു ശകലം ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്കിതിനെ മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ നല്ല പോലെ നമ്മൾ പ്രസ് ചെയ്ത് രണ്ട് സൈഡും ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. കണ്ടോ? അപ്പോൾ ഈ ഭാഗം കണ്ടോ, നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് രണ്ട് സൈഡിലേക്കും പോകും, അല്ലെങ്കിൽ ഒരു സൈഡിൽ കട്ടിയായിട്ടിരിക്കും. നമ്മളിപ്പോൾ ആ ഫില്ലിങ് വെച്ചതാണ്, അതുകൊണ്ടാണ് അതിവിടെ ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഒരുപോലെ വരെയും ചെയ്യും. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും. നല്ല പോലെ ഈ സൈഡെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ഒരിലയപ്പത്തിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ഇലയപ്പവും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഇഡ്ഡലി കൂട്ടുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിതിൽ ഒന്ന് അടുക്കി വയ്ക്കാം. അപ്പോൾ അടുക്കി വയ്ക്കുന്ന ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കണം. ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ സൈഡിൽ വെക്കണം. സ്ക്വയർ പോലെ ചെയ്യണം. പിന്നെ നമ്മൾ ഈ സൈഡിൽ വെക്കണം. 3 പിന്നെ ഇങ്ങനെ 3. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എയറൊക്കെ ഉണ്ടെങ്കിൽ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിൽ ഹോളുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു ആ എയർ ഇങ്ങനെ പൊക്കോളും, അല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഗ്യാപ്പിട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ കൊണ്ടുവന്ന് ഇഡ്ഡലി കുട്ടത്തിൽ വെക്കട്ടെ. ഇതിപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവി വന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മുടെ വട്ടയിലപ്പം റെഡിയാവും. അപ്പോൾ നമുക്ക് അടയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. സത്യം പറയാമല്ലോ, നല്ല വട്ടയിലയുടെയൊക്കെ നല്ല പഴയ കാലത്ത് നമ്മൾ കഴിക്കുന്ന അതേ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത്, ഇതിന് ചൂടോടെ എന്തായാലും എടുക്കാൻ പറ്റൂല, നല്ല ചൂടുണ്ട്. നമുക്കിനി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.